ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 18 ഡിസംബർ 2020 അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബോണസ് പ്രഖ്യാപിച്ച ഒരു കമ്പനിയാണ് KNR കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. KNR കൺസ്ട്രക്ഷൻ ലിമിറ്റഡിൻ്റെ ബോണസിനെ കുറിച്ചുള്ള പ്രഖ്യാപനം 18 ഡിസംബറിൽ ഉണ്ടാകുമെന്നും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതോടൊപ്പം തന്നെ പ്രീവിയസ് വീഡിയോ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ്, അതായത് ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു സ്റ്റോക്കിൽ ബോണസിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റോക്കിനെ എങ്ങനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം, അതുപോലെ തന്നെ ആ സ്റ്റോക്കിൽ പ്രധാനമായും എന്തെല്ലാം മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്നും എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോ ചെയ്തത് തന്നെ. കൂടാതെ ഈ സ്റ്റോക്ക് കോർപ്പറേറ്റ് ആക്ഷൻ വഴി മാത്രം മേടിക്കാൻ കഴിയുന്ന ഒരു സ്റ്റോക്കല്ല. കാരണം കോർപ്പറേറ്റ് ആക്ഷൻ വഴി, അതായത് ഡിവിഡൻഡ്, ബോണസ് പോലുള്ള കോർപ്പറേറ്റ് ആക്ഷൻ വഴി ഞാൻ ഒരിക്കലും ഒരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ പറയുകയില്ല. കാരണം ആ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസും അതുപോലെ തന്നെ വാല്യുവേഷൻസും കറക്റ്റ് റീജിയനിലാണെങ്കിൽ മാത്രമേ നമ്മൾ ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാൻ പാടുള്ളൂ. അതിനുവേണ്ടി ഇന്നലെ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും എല്ലാം ചെയ്തതാണ്. അതായത് കൺസ്ട്രക്ഷൻ സെക്ടറിലെ സെക്ടർ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾക്ക് കഴിയുന്ന അല്ലെങ്കിൽ ഒരു നല്ലൊരു റിട്ടേൺ ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു മിഡ് ക്യാപ് സ്റ്റോക്കാണ് KNR കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചും ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും, അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഈ സ്റ്റോക്കിൽ അതിൻ്റെ ബോണസിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് വന്നത്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ 321 ലെവലിലായിരുന്നു നമ്മൾ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നടത്തിയത്. അതിനുശേഷം ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തത് തന്നെ 341 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആയിരുന്നു. 341 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൽ നമ്മൾക്ക് നല്ല ഒരു സെൽ ഓഫ് കാണാൻ സാധിച്ചു, അതായത് നല്ല ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചു. ഇനി ആരായിരിക്കും ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആൾറെഡി സ്റ്റോക്കിൽ ബോണസ് ഷെയറിനെ കുറിച്ചുള്ള റൂമേഴ്സ് വരുമ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് പൊസിഷൻ എടുക്കാറുണ്ട്. അഡ്വാൻസ് ആയിട്ട് പൊസിഷൻ എടുക്കുന്നവർ ഇതിലെ ഓരോ കൺഫർമേഷൻ ന്യൂസിലും, അതായത് ഇന്ന് സ്റ്റോക്കിൽ ബോണസ് ഷെയറിനെ കുറിച്ചുള്ള ഡിക്ലറേഷൻ സംഭവിച്ചു, അതായത് 1:1% ബോണസ് ഷെയർ തരും എന്നുള്ള ഡിക്ലറേഷൻ ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നവരുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് സ്റ്റോക്കിൻ്റെ റെക്കോർഡ് ഡേറ്റും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഡേറ്റുകളും അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും. ഈ സമയങ്ങളിലെല്ലാം നമ്മൾക്ക് ടൈം ടു ടൈം പ്രോഫിറ്റ് ബുക്കിംഗ് കൂടി കാണാവുന്നതാണ്. ഇനി സ്റ്റോക്കിൻ്റെ ബോണസ് ഷെയറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1:1 റേഷ്യോയിലാണ് സ്റ്റോക്ക് ബോണസ് ഷെയർ തരുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിലെ റെക്കോർഡ് ഡേറ്റിനെ കുറിച്ച്, ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റിനെ കുറിച്ച് ഇതുവരെയും ഒരു കൺഫർമേഷൻ വന്നതുമില്ല. ഇനി ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ, അതായത് 14 ഡിസംബറിലായിരുന്നു ഈ സ്റ്റോക്കിലെ ബോണസിനെ കുറിച്ചുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി, അതായത് ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് സംഭവിച്ചത്. അതിനുശേഷം ഇന്നത്തെ ദിവസം, അതായത് 18 ഡിസംബർ വരെയുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 ട്രേഡ് സെഷനിൽ കൊണ്ട് ഈ സ്റ്റോക്ക് ഏകദേശം 17% ആണ് സ്റ്റോക്കിൽ റാലി സംഭവിച്ചത്. ഈ 17% നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ ദിവസം, അതായത് ഡിസംബർ 14-ൽ 7%, ബാക്കിയുള്ള 10% മൂവ്മെൻറ്റ് നമ്മളുടെ മുന്നിൽ തന്നെയാണ് നടന്നത്. അതായത് ഒരു സ്റ്റോക്കിൽ അഡ്വാൻസ് ആയിട്ട്, അതായത് ബോണസ് അതുപോലെ തന്നെ ഡിവിഡൻഡ് പോലുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ് വരുന്നതിന് മുൻപേ ഒരു സ്റ്റോക്കിൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പൊസിഷൻ എടുത്താൽ നമ്മൾക്ക് മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റോക്കിനെ സ്റ്റഡി ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്